നമസ്കാരം. നമസ്തേ. ഇന്ത്യ 75 സ്യൂഡോ സാറ്റലൈറ്റുകൾ, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റുകൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും അതുപോലെ തന്നെ മറ്റേതൊക്കെ രാജ്യങ്ങൾക്കാണ് നിലവിൽ ഈ ഒരു സാങ്കേതിക വിദ്യ ഉള്ളത് എന്നുള്ളതും ഒക്കെ വലിയ തരത്തിലുള്ള ചർച്ച ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണ് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റിൻ്റെ? സ്യൂഡോ സാറ്റലൈറ്റ് എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉപഗ്രഹമല്ല, എന്നാൽ ഒരു ഉപഗ്രഹത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അതായത് ഒരു സാധാരണ ഒരു ഡ്രോണോ ഒരു വിമാനമോ പറക്കുന്നതിനേക്കാൾ വളരെ ഉയരത്തിൽ പറക്കുന്ന ഭൂമിയുടെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പ്രദേശത്തിന്റെ എഡ്ജ് വരെ, അതായത് ഇത് പല സ്യൂഡോ സാറ്റലൈറ്റുകളും പറക്കുന്നത് ഏതാണ്ട് 60,000 അടിക്ക് മുകളിലാണ്. 65,000 അടി തൊട്ട് 70-75,000 അടി ഉയരത്തിൽ വരെയാണ്. കമേഴ്ഷ്യൽ വിമാനങ്ങളും ഒക്കെ സാധാരണ പോകുന്നത് ഒരു 35,000-37,000 അടി ഉയരത്തിലാണ്. അപ്പോ ആ വിമാനങ്ങളെക്കാളും ഒക്കെ വളരെ ഉയരത്തിലാണ് ഇത് പറക്കുന്നത്. ഇത് നിരീക്ഷണ ഡ്രോണുകളാണ് യഥാർത്ഥത്തിൽ. ഇത് സ്യൂഡോ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഈ ISR എന്ന് പറയുന്ന ഇന്റലിജൻസ് സർവെയിലൻസ് ആൻഡ് റെക്കോണിസൻസ് എന്ന് പറയുന്ന, അതായത് വിവരങ്ങൾ ശേഖരിക്കുക മറ്റു രാജ്യങ്ങളുടെ, അതുപോലെ തന്നെ നമ്മുടെ അതിർത്തി നിരീക്ഷിക്കുക, ശത്രുവിന്റെ ഏതെങ്കിലും ആയുധങ്ങളോ വാഹനങ്ങളോ അതിർത്തിയുടെ അടുത്തേക്ക് നീങ്ങിയാൽ അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടെത്തി പൊസിഷൻ കൃത്യമായിട്ട് നമുക്ക് തരിക, അങ്ങനെയൊക്കെയുള്ള ഒരു നിരീക്ഷണ സ്ട്രാറ്റജിക് സർവെയിലൻസ് എന്ന് പറയുന്ന ഒരു തരം ചാര ഡ്രോണുകളാണ്. അപ്പോ ഈ ഉപഗ്രഹത്തിനേക്കാളും താഴ്ന്ന നിലയിൽ സാധാരണ ഒരു ഉപഗ്രഹമൊക്കെ സാധാരണഗതിയിലെ ഒരു ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 600 കിലോമീറ്റർ അകലെയാണ് ഭൂമിയിൽ നിന്നും. ഇതൊരു 60 കിലോമീറ്റർ ഒക്കെ ദൂരെ മാത്രമാണ് പരമാവധി നിൽക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള അതുകൊണ്ട് ഇതിന് കുറച്ചുകൂടെ വ്യക്തമായ ഫോട്ടോകൾ നമുക്ക് അയച്ചു തരാൻ പറ്റും. ഇതില് ആധുനിക ഫോട്ടോ എടുക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ ശബ്ദം, അതായത് കമ്മ്യൂണിക്കേഷൻസ് പിടിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. റേഡിയോ തരംഗങ്ങൾ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് അതിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൈമാറാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് സാധാരണ ഒരു ഡ്രോൺ പറക്കുന്നതിനേക്കാൾ വളരെ ഉയരത്തിലാണ് പറക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിനെ ഒരു സാധാരണ ഡ്രോണിനെയൊക്കെ ആക്രമിക്കുന്നത് പോലെയും ഒരു വിമാനത്തിനെ ആക്രമിക്കുന്ന പോലെയും ഭൂമിയിൽ നിന്ന് സർഫസ് ടു എയർ മിസൈൽ വെച്ചിട്ട് പെട്ടെന്ന് ഇതിനെ അങ്ങനെ തകർത്ത് കളയാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകതകൾ. ഇവിടെ ഇന്ത്യ 75 ഇത്തരം സ്യൂഡോ സാറ്റലൈറ്റുകൾ വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്യൂഡോ സാറ്റലൈറ്റുകൾ ഇന്ത്യയിൽ നാഷണൽ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനം, ബാംഗ്ലൂരിലുള്ള സ്ഥാപനമാണ്. അവര് ഇതിന്റെ പ്രോട്ടോടൈപ്പ് വിജയകരമായിട്ട് നിർമ്മിച്ച് പരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് തന്നെ ആയിരിക്കും ഇതിന്റെ കോൺട്രാക്ട് കിട്ടാൻ പോകുന്നത് എന്നുള്ള സൂചനയുണ്ട്. പക്ഷെ ഇന്ത്യയുടെ 2 സ്വകാര്യ കമ്പനികളും, അതായത് മറാൽ എയറോസ്പേസ് അതുപോലെ വേദ എയറോനോട്ടിക്സ്, ഇങ്ങനെ 2 സ്വകാര്യ കമ്പനികൾ ഈ സ്യൂഡോ സാറ്റലൈറ്റുകൾ പരീക്ഷണങ്ങളിൽ ഈ പറയുന്നത് പോലെ പ്രോട്ടോടൈപ്പുകൾ വിജയകരമായി പറത്തി അവരുടെ ഒരു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മത്സരം ഉണ്ടാകാൻ തന്നെ ഇടയുണ്ട്. ഇതിൽ ആർക്ക് ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്യൂഡോ സാറ്റലൈറ്റ് ആയിരിക്കും ഒടുവിൽ സൈന്യം സ്വീകരിക്കുക. ഏതാണ്ട് 52,000 കോടി രൂപയ്ക്കുള്ള ഡ്രോണുകളും അതുപോലെ ചിലതരം മിസൈലുകളും ഒക്കെ വാങ്ങാനുള്ള തീരുമാനം അത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ ഡിഫൻസ് അക്വിസിഷൻ കൗൺസില് ക്യാബിനറ്റ് കമ്മിറ്റി അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഡ്രോണുകളും, അതായത് ഈ സ്യൂഡോ സാറ്റലൈറ്റുകളും വ്യോമസേന വാങ്ങിക്കുന്നത്. ഇതിന്റെ ഒരു വിങ് സ്പാൻ, അതായത് 2 ചിറകുകളുടെയും കൂടെ മൊത്തം നീളം അങ്ങനെ എടുത്തു, അതായത് ഒരു ബോയിങ് 737ന്റെ വിങ് സ്പാൻ ആണ് ഈ സ്യൂഡോ സാറ്റലൈറ്റിനുമുള്ളത്. ഏതാണ്ട് 150 കിലോ തൂക്കം വരും. ഇത് സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഡ്രോണാണ്. അതായത്
അതുകൊണ്ട് തന്നെ ഇതിന് ദീർഘനാള് ഈ അന്തരീക്ഷത്തിൽ പറക്കാൻ കഴിയും. അതായത് 3 മാസം തുടർച്ചയായിട്ട് ഇതിന് പറക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 3 മാസം തുടർച്ചയായിട്ട്. ഇത് ഇപ്പം എന്നോട് ഫൗസ് ചോദിച്ചിരുന്നല്ലോ മറ്റു രാജ്യങ്ങൾക്ക് ഇതുണ്ടോ എന്ന്. ഇത് മുഖ്യമായിട്ടും യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമാണ് ഉപയോഗിക്കുന്നത്. ജപ്പാനും ഇതുണ്ട്. ചൈനയും മറ്റും എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല? ഇത് അവർക്ക് ഇത് അത്ര വലിയൊരു സാങ്കേതിക മികവെന്ന് ഞാൻ പറയുന്നില്ല. ഇത് അത്ര അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, ചൈന വിചാരിച്ചാൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണോ എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ചൈന ഇത്തരം അല്ലെ റഷ്യ, ഇവർ രണ്ടുപേരും ഇത്തരം ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിട്ടില്ല. എന്താണ് കാരണമെന്ന് എനിക്കറിയാൻ വയ്യ, അവരുണ്ടാക്കിയിട്ടില്ല. അപ്പോ ഇതിന് തുടർച്ചയായ 3 മാസം അന്തരീക്ഷത്തിൽ പറന്ന് വളരെ കൃത്യമായ ഫോട്ടോകളും അതുപോലെ ശത്രുവിന്റെ നീക്കങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇതിന് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. ഇതിന്റെ മൊത്തം ഭാരം 150 കിലോ മാത്രമാണ്. 15 കിലോ പേലോഡ് മാത്രമേ ഇതിന് ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാനീ പറഞ്ഞ ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും അതുപോലെ റേഡിയോ വേവ് സ്വീകരിച്ചിട്ട് അത് ഭൂമിയിലേക്ക് തിരിച്ച് നമുക്ക് അയക്കുന്ന സംവിധാനങ്ങളും ഒക്കെ ചേർന്നിട്ട് ഏതാണ്ട് 15-20 കിലോയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു പേലോഡ് ഇതിന് വഹിക്കാൻ പറ്റില്ല. കാരണം ഇത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു സാധനമാണ്. ഇത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് പോലെയാണ്. ഇത് പരമ്പരാഗതമായിട്ട് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് ബലൂണുകൾ വിട്ടിട്ടാണ്. ഈ ചൈനയുടെ ചില ബലൂണുകൾ അമേരിക്കയിൽ വരെ ചെന്നിരുന്നു ഇടയ്ക്ക്. അമേരിക്കയുടെ മുകളിലൂടെ 50,000 അടിക്ക് 55,000 അടിയോളം ഉയരത്തിൽ അമേരിക്കയുടെ മുകളിലൂടെ പറന്നിരുന്ന ചൈനയുടെ ഒരു ബലൂണ്, അത് ചാര ബലൂൺ ആയിരുന്നു. അമേരിക്ക അത് വെടിവെച്ചിട്ടു. അമേരിക്കൻ F-35 വിമാനങ്ങൾ ആകാശത്തിൽ F-35 B-22 ബോംബർ ഉപയോഗിച്ചാണ്. കാരണം ഇത് ബോംബറുകളൊക്കെയാണ് ഈ ഹൈറ്റിൽ പറക്കുന്നത്. 60,000 അടിയൊക്കെ സാധാരണ അച്ചീവ് ചെയ്യുന്ന ബോംബറുകളാണ്. സാധാരണ മറ്റു വിമാനങ്ങളൊക്കെ തന്നെ, യുദ്ധവിമാനങ്ങൾ പോലും ഒരു 40,000-45,000 അടിക്ക് മുകളിലേക്ക് അങ്ങനെ കയറാറില്ല. യുദ്ധവിമാനങ്ങളിൽ 50,000 അടിക്ക് മുകളിലേക്ക് പോകുന്നത് സാധാരണഗതിയിലെ ഈ MiG-29 ആ ഉയരത്തിൽ പറക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ MiG-25 ഫോക്സ് ബാറ്റ് എന്നുള്ള മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു. ഈ രണ്ട് വിമാനങ്ങൾക്ക് മാത്രമേ ഈ ഉയരത്തിലെത്താൻ പറ്റുള്ളൂ. റഷ്യയുടെ വിമാനങ്ങളാണ് ഈ ഏറ്റവും ഉയരത്തിൽ പറന്ന് റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. അതിലെ MiG-29 അതിന്റെ ഒരു ഉദാഹരണമാണ്. ആ വിമാനം ഉപയോഗിച്ച് പണ്ട് ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാന്റെ മുകളിലൂടെ ഈ വിമാനം പറത്തുമായിരുന്നു. അങ്ങനെ പറത്തുമ്പോൾ ഒരു സോണിക് ബൂം അവിടെ ഉണ്ടാകും. ഒരു വലിയ ഇടി വെട്ടുന്നത് പോലെ വരും. ആ സോണിക് ബൂം മനഃപൂർവ്വം ഉണ്ടാക്കി ഇസ്ലാമാബാദിലും ലാഹോറിലും ഒക്കെ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പൈലറ്റുമാർ അങ്ങനെ ഒരു പരിപാടി ചെയ്യുമായിരുന്നു. ഇപ്പൊ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ എന്തായാലും ശരി, ഇത് അതിനേക്കാളൊക്കെ ഉയരത്തിലാണ്. അപ്പൊ ആ ഉയരത്തിൽ ചൈന ഇത് ചെയ്തുകൊണ്ടിരുന്നത് ബലൂണുകൾ വിട്ടിട്ടാണ്. പക്ഷെ ആ ബലൂണുകൾക്ക് ഈ പറയുന്ന പോലെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടും. കാരണം ഈ ചൂട് ചില സമയത്തൊക്കെ ഇത്തരം ബലൂണുകളിൽ ചൂട് തട്ടിയിട്ട് ഈ ബലൂണുകൾ പലപ്പോഴും നിയന്ത്രണം വിട്ട് പറന്നു പോവും. പക്ഷെ അമേരിക്കയിലേക്ക് ആ ബലൂൺ അയച്ചത് ചൈന ഡെലിബറേറ്റ് ആയിട്ട് തന്നെയാണ്. അത് മോട്ടറൊക്കെ ഘടിപ്പിച്ചതാണ്. അപ്പം ബലൂണ് ചുമ്മാ പറത്തി വിടുകയല്ല, അതിൽ മോട്ടറുണ്ട്, അതിൽ GPS സംവിധാനമുണ്ട്, അത് ഗൈഡ് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും, എല്ലാം ചെയ്യും. അപ്പൊ അത്തരം ബലൂണുകളിലാണ് ചൈന ഇതിന് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ മികച്ച ഒരു സംവിധാനമാണ് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ്. കാരണം ഇതിന് അങ്ങനെ ഒരു ചൂട് കൊണ്ടിട്ടോ ഒന്നും ഇല്ല. സാധാരണ ഒരു വിമാനവും സാറ്റലൈറ്റോ ഒക്കെ നിർമ്മിക്കുന്ന കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ കൊണ്ട് തന്നെയാണ്, ഭാരം കുറഞ്ഞ കാർബൺ കോമ്പോസൈറ്റ്സ് കൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിക്കാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയും ഇന്ത്യ ചൈന അതിർത്തിയിലും കുറച്ചുകൂടെ വ്യക്തവും കൃത്യവുമായ നിരീക്ഷണം നടത്തണമെന്ന ഇന്ത്യയുടെ ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഇത് വരുന്നത്. ഇത് ലോ എർത്ത് സാറ്റലൈറ്റ്, അതുപോലെ തന്നെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എർത്ത് സിൻക്രോണസ് ഓർബിറ്റിൽ നിൽക്കുന്ന സാറ്റലൈറ്റ്, അവരുടെ എല്ലാം ഇൻഫർമേഷനെ ഒന്ന് സപ്ലിമെന്റ് ചെയ്യുകയായിരിക്കും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് ചെയ്യുന്നത്. ഇതോടൊപ്പം ഡ്രോണുകളും മറ്റ് റഡാറും മറ്റ് സർവൈലൻസും ഇതെല്ലാം ഈ ഡാറ്റ എല്ലാം കൂടെ തന്നെ നമ്മുടെ ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യുകയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി ഇത് പ്രോസസ്സ് ചെയ്ത്
കൃത്യമായിട്ടും നമ്മുടെ അതിർത്തി ലംഘനങ്ങള്, അതിർത്തിക്ക് അപ്പുറത്ത് നടക്കുന്ന ചൈനയുടെ ആണെങ്കിലും പാകിസ്ഥാന്റെ ആണെങ്കിലും സൈന്യത്തിന്റെ നീക്കങ്ങള്, ഇതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇന്ത്യ വിക്ഷേപിക്കാൻ പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. അപ്പൊ അങ്ങനെ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് ഇതിന്റെ ഒരു വിശദമായ ഒരു അവലോകനം, ഇത് എനിക്ക് തോന്നുന്നത് 2 കൊല്ലത്തിനുള്ളിലാണ് ഇതിന്റെ ഡെലിവറി, 2-2.5 കൊല്ലത്തിനുള്ളിൽ ഇതിന്റെ ഡെലിവറികൾ ആരംഭിക്കും. ഇതിന്റെ പ്രോട്ടോടൈപ്പുകൾ ഞാനീ പറഞ്ഞ നാഷണൽ എയറോനോട്ടിക്സ് ലിമിറ്റഡ് CSIR ആണ് ഇതുണ്ടാക്കുന്നത്. CSIRന്റെ ടെക്നോളജി CSIRന്റെ ആണ്. NAL അത് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്വകാര്യ കമ്പനികളായ വേഡ എയറോനോട്ടിക്സ്, മറാൽ എയറോസ്പേസ്, ഇവരും ഈ കോൺട്രാക്റ്റിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും പലപ്പോഴും കൊടുക്കാൻ പോകുന്നത്. ഒരൊറ്റ കമ്പനിയെ മാത്രം കേന്ദ്രീകരിച്ചാവില്ല. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും കൂടുതൽ വിശകലനങ്ങളുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം. എല്ലാവർക്കും അതുവരെ നമസ്കാരം.